നമസ്കാരം. ഞാൻ സാജൻ, ചക്രയും മസാജൻ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇന്നും. അതായത് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് എന്നോട് പതിവിലും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യം, എന്താണ് ഹേമ കമ്മിറ്റി, എന്തായി എന്നൊക്കെ ചോദിക്കുന്നു. രാത്രിയൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വിളിച്ച് ചോദിക്കുന്ന ആൾക്കാർ ഇത് അറിയാനുള്ള, ആദ്യം ചോദിക്കുന്ന സുഖമല്ലേ, ഇപ്പോൾ എവിടെ, കാണാനില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആമുഖം. അപ്പോൾ ഈ ചോദ്യത്തിലേക്ക് വരാൻ പോകുന്നത് എന്താണെന്നുള്ളത് എനിക്കറിയാം. എങ്ങനെയൊക്കെയാണ്, ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കുമല്ലോ. അത് നമുക്ക് ഈ പണ്ട് പറയുമല്ലോ, കാള വാലടക്കുമ്പോൾ അറിയാമല്ലോ ഓടാനാണോ അതോ ചാണകം ഇടാനാണോ എന്ന് ചോദിക്കുന്ന മാതിരി നമുക്കറിയാം. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾക്കറിയാവുന്നതിലപ്പുറം ഒന്നും എനിക്കറിയില്ല. ഞാൻ എത്രയോ നാളായിട്ട് സിനിമ മേഖലയിൽ ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണ്. തൽക്കാലം സീരിയലിന് എടുക്കുന്നില്ല. കാരണം ഞാൻ ഇപ്പോഴത്തെ ഈ രീതിയിലുള്ള സിനിമകളല്ല, പഴയ കാലത്ത് എൻ്റെ ചക്കരയുമ്മയോ ഒരു നോക്ക് കാണാനോ സ്നേഹമുള്ള സിംഹമോ പോലത്തെ സിനിമകളല്ല ഇപ്പം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഓടുന്നതും. അത് ആ കാലത്ത് കഥയ്ക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള സംഭവമായിരുന്നു അന്ന്. ഇപ്പോൾ അതിനൊക്കെ മാറിപ്പോയി, വ്യത്യസ്തമായ ചിന്താഗതി ആൾക്കാർക്ക് വന്നല്ലോ. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് കൊച്ചിയിൽ ഒരു റിസോർട്ടിൽ എൻ്റെ സുഹൃത്ത് മോഹൻ വട്ടത്തിൻ്റെ സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ നിന്നിട്ട് നല്ല മനോഹരമായിട്ട് പുതിയൊരു കഥ, അതായത് ഒരു പ്രത്യേക ടൈപ്പുള്ള ജോണറിലുള്ള കഥയാണ്. ഒരു നമ്മൾ സാധാരണ രീതിയിലുള്ള അല്ല, അങ്ങനത്തെ ഒരു സംഭവമാണ്. വ്യത്യസ്തമായ സംഭവം എടുത്താലല്ലേ ഇപ്പോൾ ഓടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരുന്ന് കൊച്ചിയിലും വീട്ടിലുമായിട്ട് പോയിട്ടും വന്നിട്ടൊക്കെ നിൽക്കും. അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത്. അറിയപ്പോൾ എന്നോട് ചില ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾക്കറിയാവുന്നതുള്ള എനിക്കറിയുള്ളൂ. ആ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് ആരാണ്, ഞങ്ങളാരും കണ്ടിട്ടില്ലല്ലോ ആ നടിമാരെ എന്ന് പറയും. ഞാനും കണ്ടിട്ടില്ല സത്യത്തിൽ. പിന്നെ ഈ മുകേഷ് സിദ്ദീഖൊക്കെ എന്നോടൊപ്പം അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ്. നല്ല മനോഹരമായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്. മുകേഷൊക്കെയാണ് അഭിനയിക്കുന്നത് കണ്ടാൽ നമുക്ക് ചിരിച്ച് മണ്ണ് കപ്പുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ. ഈ സെറ്റ് സമയത്ത് നമ്മുടെ സമയം പോകുന്ന അറിയില്ല. സിദ്ദീഖ് തന്നെയാണ്. പിന്നെ മാത്രമല്ല, ഈ ചില സിനിമകളിലൊക്കെ നമ്മൾ ഈ കോളേജ് സ്റ്റുഡൻസൊക്കെ വളയ്ക്കുന്ന ചില സംഭവങ്ങളൊക്കെ കണ്ടല്ലോ, അതൊക്കെ സിദ്ദീഖ് മുകേഷൊക്കെ അതുപോലെ ചെയ്യാൻ ആരെക്കൊണ്ട് ഒക്കത്തില്ല. ഒരു പക്ഷേ അങ്ങനെ കഥാപാത്രങ്ങൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അവർക്ക് കൂടുതൽ അങ്ങനെയുള്ള പഴയ ഓളറി അമ്മ വാളറിയാം, ഈ പ്രിയദർശൻ്റെ പടങ്ങളിലൊക്കെ മിക്കവാറും തമാശകൾ ഇങ്ങനെയല്ലേ. അപ്പോൾ അത് കുറച്ച് നല്ല രസമുള്ള സംഭവങ്ങളാണ്. എൻ്റെ സിനിമകളിൽ ഇവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല നടന്മാരാണ്, ആർക്കും ഒരു കംപ്ലയിൻറ്റും ഇല്ല. അങ്ങനെ നടന്മാരാണ്. അവരെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓരോരുത്തരൊക്കെ ആരോപണങ്ങളൊക്കെ പറയുമ്പം എനിക്ക് വലിയ വിഷമം തോന്നും. കാരണം അങ്ങനെ ഒരു നടന്മാരൊന്നും അല്ല അവർ. പിന്നെ ആർക്കും എന്തും പറയാമല്ലോ, സത്യാവസ്ഥ തെളിയിക്കാൻ നമുക്ക് കോടതിയുണ്ട്. ആർക്കും പരാതി കൊടുക്കാം, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം, അത് കോടതിയിലെത്തും, വിചാരണ നടക്കും. അത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത് കോടതി തീരുമാനിക്കും. അല്ല നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പണ്ട് തന്നെ ഇങ്ങനെ ആരോപണമായിട്ട് നമ്മുടെ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ സാറ്, അദ്ദേഹത്തിൻ്റെ കുടുംബം സത്യം പറഞ്ഞ് എന്തുമാത്രം ബുദ്ധിമുട്ടി ആ പ്രായമുള്ള മനുഷ്യൻ. അവസാനം ഒന്നുമില്ലാതെ വിധി എഴുതുന്നവർ അദ്ദേഹത്തിൻ്റെ മാനസിക വ്യഥയുണ്ടല്ലോ, അത് തിരിച്ചു കിട്ടുമില്ലേ. അതുപോലെ നമ്മുടെ വിതുര പെൺവാണിപ്പ കേസിൽ നമ്മുടെ ജഗതി, അദ്ദേഹത്തിന് എന്തെല്ലാം ആക്ഷേപം, അദ്ദേഹം മക്കൾക്ക് സ്കൂളിലോ കോളേജിൽ പോലും പോകാൻ വയ്യാത്ത അവസ്ഥയായിപ്പോയില്ലേ. അവസാനം എന്താണ്, ഒന്നുമില്ലാതായില്ലേ. ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നവർക്ക് എന്തെങ്കിലും രീതികളോ സ്വഭാവങ്ങളോ കാര്യങ്ങളോ മോണിറ്ററി ബെനിഫിറ്റോ എല്ലാം ഉദ്ദേശിച്ചായിരിക്കാം. പക്ഷെ ഒരിക്കലും അത് പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അവർക്കും ഓരോരുത്തർ കുടുംബമില്ലേ. നല്ലൊരു രീതിയിൽ പോകുന്ന ആൾക്കാർ ഇങ്ങനെ ചെളിവാരി അറിയാവോ. അങ്ങനെയാണെങ്കിൽ സത്യം പറഞ്ഞാൽ അവർക്ക് അന്ന് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണെങ്കിൽ അവർക്ക് കംപ്ലയിൻ്റ് ചെയ്യായിരുന്നല്ലോ. പോലീസുണ്ട്, ഇവിടെ കോടതിയുണ്ട്, നീതിന്യായ വ്യവസ്ഥകൾ നമ്മൾ മാനിച്ചു പോകണം. അതിലാർക്കും തർക്കമില്ലാത്ത കാര്യങ്ങളല്ലേ. അതൊക്കെ സത്യം പറഞ്ഞാൽ അത് കുറച്ച് കടന്നു കൈയായിപ്പോയെന്നേ പറയുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ മോഹൻലാൽ പത്രസമ്മേളനം നടത്തിയതിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത് ഞാൻ വായിക്കാം, മൊബൈലിലുള്ളത് വായിക്കാം. അദ്ദേഹം എവിടെയോ ഒളിച്ചോടിപ്പോയെന്നൊക്കെയാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം അതിന് മറുപടിയായിട്ട് പറയുന്നതാണ്, താൻ ഒരിടത്തേക്ക് ഒളിച്ചോടിപ്പോയതല്ലെന്ന് മോഹൻലാൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്കുള്ള അറിവ് മാത്രമേ തനിക്കുള്ളൂ. പവർ ഗ്രൂപ്പിനെക്കുറിച്ച് താൻ ആദ്യമായിട്ടാണ് കേട്ടത്. എന്തിനും ഏതിനും അമ്മയല്ല മറുപടി പറയേണ്ടത്. മലയാള സിനിമയെ തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുതെന്നും അദ്ദേഹം പറഞ്ഞു. വ്യക്തിപരമായ കാരണങ്ങളാൽ കേരളത്തിലുണ്ടായിരുന്നില്ലെന്നും അതിനാലാണ് പ്രതികരണം വൈകിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഭാര്യയുടെ ശസ്ത്രക്രിയയും ബറോസിൻ്റെ പ്രവർത്തനങ്ങളുമായി തിരക്കിലായിരുന്നു. തൻ്റെ സിനിമകളുടെ റിലീസ് മാറ്റിവെച്ചു. ഇപ്പോൾ അതിൻ്റെ സമയമല്ലെന്ന് മനസ്സിലാക്കിയാണ് തീരുമാനം. സിനിമ സമൂഹത്തിൻ്റെ ഭാഗമാണ്. മറ്റെല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ ഇവിടെയും സംഭവിക്കുന്നു. അമ്മ ട്രേഡ് യൂണിയൻ അല്ല, അത് അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി തുടങ്ങിയ സംഘടനയാണ്.
ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മറുപടി പറയേണ്ടത് സിനിമാ രംഗം ആകെയാണ്. എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്നത് അമ്മയെയാണ്. ഏറ്റവും കൂടുതൽ ചോദ്യശരങ്ങൾ വരുന്നത് തനിക്കും അമ്മയ്ക്കും നേരെയാണ്. ഈ സാഹചര്യത്തിൽ അഭിഭാഷകരോട് അടക്കം സംസാരിച്ചാണ് അമ്മയുടെ ചുമതലയിൽ നിന്ന് രാജിവെച്ചതെന്നും മോഹൻലാൽ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉത്തരം പറയേണ്ടത് അമ്മയല്ല. അമ്മയ്ക്ക് അംഗങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്, ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്, വീടുകൾ നിർമ്മിച്ച് നൽകാനുണ്ട്, മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതൊന്നും നിർത്തിവെച്ചിട്ടില്ല. ഗൂഗിൾ മീറ്റ് വഴി എല്ലാ ഭാരവാഹികളുടെയും അനുമതി വാങ്ങിയിട്ടാണ് രാജി തീരുമാനം പ്രഖ്യാപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് അദ്ദേഹം വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രതിപാദിക്കുന്നുണ്ട്. എല്ലാം ശരിയാണ്. കാരണം അദ്ദേഹം ഒളിച്ചോടിയൊന്നുമല്ല. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ തലപ്പത്തിരിക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലും ഒന്നും ഇല്ലെങ്കിൽ ആ സംഘടനയ്ക്ക് ഒരു വിലയുണ്ടാവില്ല. കാരണം അവരിപ്പോൾ 2 കോടി രൂപയ്ക്കാണ് ഒരു പ്രോഗ്രാം ഇപ്പോൾ ഒരു ചാനലിലേക്ക് വിറ്റിരിക്കുന്നത്. അതിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഈ 2 പ്രത്യേക മുഖങ്ങൾക്കാണ് ആ വില. ഒരു പക്ഷേ അവർ ഈ സംഘടനയിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ എഗ്രിമെൻ്റ് തന്നെ ക്യാൻസലാവും. എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ താരമൂല്യമുള്ള അഭിനേതാക്കളുടെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു സംഘടന മുമ്പോട്ട് പോകുന്നതും ഈ പ്രോഗ്രാമൊക്കെ വിലയ്ക്ക് വാങ്ങുന്നത്. മുമ്പ് ഞാൻ ഗൾഫ് പ്രോഗ്രാം നടത്തുമ്പോഴും അതിൽ പ്രത്യേകിച്ച് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും പ്രത്യേകം നമ്മൾ അയച്ച ശേഷമാണ് അത് പ്രത്യേകിച്ച് സംഘാടകൻ പറഞ്ഞു, അതിൽ കൊണ്ടുപോകുന്ന സ്പോൺസർ പറഞ്ഞു, സായൻ സാറേ ഇതിൽ ഒരാളിനെ പോലും മാറ്റി നിർത്തരുത്. കാരണം മാറിയാൽ ആ ഒരു കാരണം കൊണ്ട് ഞങ്ങളുടെ എമൗണ്ട് കുറച്ച് കളയും, അവർ പ്രശ്നമാവും. അതുകൊണ്ട് എല്ലാം നമ്മൾ അനൗൺസ് ചെയ്ത എല്ലാ ആർട്ടിസ്റ്റുകളെയും വരണം എന്ന് പറയും. അതുപോലെ ഇപ്പോൾ 2 ലക്ഷം രൂപയാണ് ഒരാളുടെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നു. ഒരാൾ പ്രത്യേകിച്ച് പറഞ്ഞാണ് 2 ലക്ഷം രൂപ പോരെ അമ്മയ്ക്ക് കൈനീട്ടം കൊടുക്കാൻ, ഒരു വ്യക്തിക്ക് 5000 രൂപ വെച്ചാൽ കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? 506 മെമ്പറുള്ള ഈ സംഘടനയാണ്. അതിൽ പകുതിയിലേറെ പേർക്ക് കൈനീട്ടം കിട്ടുന്നുണ്ട് 5000 രൂപ വെച്ചിട്ട്. ഈ 2 ലക്ഷം രൂപ വെച്ച് കിട്ടിയാൽ മതിയാവുമോ? എത്ര മാസത്തേക്ക് തികയും? അപ്പോൾ അതുകൊണ്ടാണ് ഈ മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ്, ഇങ്ങനെയുള്ള ദുൽഖർ സൽമാനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ വലിയ പ്രോഗ്രാംസ് ഘടിപ്പിക്കുന്നത്. അമ്മയ്ക്ക് ഫണ്ടുണ്ടാക്കാനാണ്. ആ ഫണ്ടുണ്ടെങ്കിലേ ഈ സാധുവായിട്ട് പാവങ്ങളായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ 5000 രൂപ കൈനീട്ടം കിട്ടിയാൽ മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് കഴിയുന്ന ഒത്തിരി കലാകാരന്മാരുണ്ട്. നമ്മൾ ആദ്യം കാണുന്ന അല്ലെങ്കിൽ കുറേ ലക്ഷങ്ങളോ കോടികളോ വാങ്ങിക്കുന്ന നടന്മാരല്ല ഭൂരിഭാഗവും. ഏതാണ്ട് 300-ൽ പരം സ്ത്രീകൾ തന്നെ ഈ സംഘടനയിലുണ്ട്. അതുകൊണ്ട് പലരും സ്ത്രീകൾ മുന്നോട്ട് വരണം, നല്ലതാണ്. തലപ്പത്ത് സ്ത്രീകൾ വരണം, നല്ലതാണ്. അതിൽ സത്യം പറയാൻ ഉർവശിയൊക്കെ പറഞ്ഞിട്ടില്ലേ, സ്ത്രീകൾ മാത്രം പോരാ. കാരണം തലയെടുപ്പുള്ള വാല്യൂ ഉള്ള ഹീറോ, സൂപ്പർ സ്റ്റാറും മെഗാ സ്റ്റാറും ഒക്കെ ഉണ്ടെങ്കിലല്ലേ ബിസിനസ് നടക്കുള്ളൂ. അത് പല പ്രബലരായ നടിമാർ തന്നെ പറയുന്നുണ്ട്. പുരുഷന്മാർക്ക് കിട്ടുന്ന വേതനം നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. കാരണം പുരുഷന്മാരുടെ സ്റ്റാറിൻ്റെ വെച്ചിട്ടാണ് പടങ്ങൾ ഓടുന്നത്. അത് നല്ല അനുഭവമുള്ള നല്ല നടിമാർ തന്നെ പറയുന്നുണ്ട്. അതിൽ സംശയമില്ല. നമ്മളൊരു സിനിമ കാണാൻ പോകുന്ന ആരുടെ പടമാണ്? മമ്മൂട്ടി പടമാണ്, അല്ലെങ്കിൽ മോഹൻലാൽ പടമാണ്, അല്ലെങ്കിൽ പൃഥ്വിരാജ് പടമാണ്, ദുൽഖർ പടമാണ്. ഇങ്ങനെ കേട്ടിട്ടല്ലേ പോകുന്നു നമ്മൾ. അല്ലാതെ വേറെ നടിമാരും വേണം, തീർച്ചയായിട്ടും വേണം. അത് നല്ല നടിയന്മാരെല്ലാം വേണം. അല്ലാതെ ചില സിനിമകളുണ്ട്, പഴയ സിനിമകളുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നല്ല നടിയന്മാരിൽ തലപ്പത്ത് വേണം. ഈ അനാവശ്യ ഈ ആരോപണങ്ങൾ കൊണ്ട് നമ്മുടെ സംഘടന തകർക്കരുത്. ഏതാണ്ട് 21 സംഘടനകളോളം നമ്മുടെ മലയാള സിനിമയിലുണ്ട്. ഞങ്ങളുടെ ടെക്നീഷ്യൻസിൻ്റെ പേര്, ആ യൂണിയൻ്റെ പേര് ഫെഫ്ക എന്നാണ്. അതിലും ഒരുപാട് സംഭവങ്ങളും ഇൻഷുറൻസ് പദ്ധതികളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ പെൻഷനുണ്ട്, 4000 രൂപ മാസം വരെ പെൻഷനുണ്ട്. ഒരുപാട് ആൾക്കാർ അങ്ങനെ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ സിനിമകൾ കുറവല്ലേ, ഒത്തിരി ആൾക്കാർ ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കുറേ ആരോപണങ്ങൾ കൊണ്ട് ഒരു സംഘടനയും തകർക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞു വന്നു പറയാൻ നിങ്ങൾക്ക് നേരത്തെ ഈ 2 പെൺകുട്ടികളെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതാണ് ഞാൻ ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് പറയുകയാണ്. 2 പെൺകുട്ടികൾ സിനിമ പണ്ട് നമ്മുടെ ഈയിടെ അന്തരിച്ച മോഹൻ ഡയറക്ടർ പടത്തിൻ്റെ പേരാണ് 2 പെൺകുട്ടികൾ. അതിമനോഹരമായ പടമാണത്. അപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് അദ്ദേഹം അന്തരിച്ചു. എൻ്റെ നല്ല സുഹൃത്താണ്. തിരുവനന്തപുരത്ത് വരുമ്പോൾ പലപ്പോഴും അദ്ദേഹം എന്നെ വിളിക്കും. ഞങ്ങൾ അത്ര വലിയ കൂട്ടുകാരല്ലെങ്കിലും എൻ്റെ ചക്കരയുമ സിനിമയോ സ്നേഹമുള്ള സിനിമയൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ ഇരിങ്ങാലക്കുടക്കാരൻ എന്നെ വിളിച്ച് അനുമോദനം പറയും. കാരണം നല്ല സിനിമയാണ്, കുടുംബ സിനിമയാണ്, ഇങ്ങനെ സിനിമ എടുക്കണം. അദ്ദേഹം വെച്ചാൽ നമ്മുടെ പ്രത്യേക രീതിയിലുള്ള സിനിമ എടുക്കുന്ന KG ജോർജ്, ഭരതൻ, പത്മരാജൻ, ഇങ്ങനെയുള്ള ജോണറിലുള്ള സിനിമ എടുക്കുന്ന ഒരു നല്ല സംവിധായകരാണ്. പിന്നെ ഈ മോഹൻ്റെ 2 പെൺകുട്ടികൾ അന്ന് തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ പണ്ട് നോവലൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ 2 പെൺകുട്ടികൾ വായിച്ചിട്ടുണ്ട്. VT നന്ദകുമാറിൻ്റെ ഒരു കഥയാണ്. അത് എങ്ങനെ സിനിമയാക്കുമെന്ന് നമ്മൾ അതിശയിച്ചു പോകും. കാരണം ഒരു പെൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയോട് തോന്നുന്ന അനുരാഗം എന്ന് പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷിൽ ലെസ്ബിയൻ എന്നൊക്കെ പറയും.
അതായത് ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോട് തോന്നുന്ന സെക്ഷലായിട്ടോ പ്രേമപൂർവ്വമുള്ള അടുപ്പത്തിനാണ് ലെസ്ബിയൻ എന്ന് പറയുന്നതാണ് ഗൂഗിൾ പറയുന്ന റിപ്പോർട്ട്. പണ്ട് ഞാൻ എൻ്റെ ഗുരുനാഥൻ ശങ്കരൻ നായർ സാറിനോട് ചോദിച്ചു എന്താണ് ലെസ്ബിയൻ എന്ന്. കാരണം അദ്ദേഹം സത്രത്തിൽ രാത്രി നിന്ന് പടം എടുക്കുമ്പോൾ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറാണ്, CP ജോമൻ അസിസ്റ്റൻ്റാണ്. അതിൽ സോമൻ, സുകുമാരൻ, പിന്നെ മഞ്ജു ഭാർഗവി, അതായത് ശങ്കരാഭരണത്തിൻ്റെ നായകൻ മഞ്ജു ഭാർഗവി, പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ അംബിക ഒക്കെ ഉണ്ടായിരുന്നു. അംബിക ഒരു കൊച്ചുകുട്ടിയായിട്ട് അതിൽ ലെസ്ബിയൻ കഥാപാത്രമുണ്ട് മഞ്ജു ഭാർഗവി. ഈ കബീർ പൊന്നം നടത്തുന്ന ഒരു ലേഡീസ് ഹോസ്റ്റലിൽ അവർ സാധനങ്ങളൊക്കെ വാങ്ങാൻ പുറത്ത് പോകുമ്പം മഞ്ജു ഭാർഗവി കൂടെയുള്ള ആ കൊച്ചു പെൺകുട്ടിയെ റൂമിലേക്ക് ക്ഷണിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അതിൻ്റെ പേര് ഞാൻ ചോദിച്ചെന്താ അപ്പോഴാണ് എനിക്ക് ലെസ്ബിയൻ എന്താണെന്നറിയില്ല. അപ്പോൾ സാർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചില ആൾക്കാരുണ്ട്, പുരുഷന്മാർ തമ്മിൽ ഹോമോസെക്ഷൽ എന്ന് പറഞ്ഞ മാതിരി, അങ്ങനെ ചില അതിന് ഗേ എന്ന് പറയും. അങ്ങനെ ഒരു പടവും മലയാള സിനിമയിൽ വന്നു. പൃഥ്വിരാജ് അഭിനയിച്ച ഒരു സിനിമ ഉണ്ടായിരുന്നു, ഈയിടെ ഉണ്ടായിരുന്നല്ല, അതൊരു കാതലെന്ന മമ്മൂട്ടി അഭിനയിച്ച പടം. അങ്ങനെയൊക്കെ ചില സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ ആ പടത്തിന് അവാർഡ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ 2 പെൺകുട്ടികൾ ഞാനിന്ന് ഉഷാ ടൂറിസമിൽ താമസിക്കുകയാണ്. ഞാനും ഈ മമത, മഞ്ജു ഭാർഗവി, അസോസിയേറ്റ് ഡയറക്ടർ എൻ്റെ അസിസ്റ്റൻ്റായിരുന്ന CP ജോമോൻ, ഞങ്ങളെല്ലാം ഒരു ഹോട്ടലിലാണ്. ഇപ്പോൾ അന്ന് തൊട്ടടുത്ത മുറിയിൽ സുരാസുവും ഈ മോഹനും ഡിസ്കഷനിലാണ്. അന്ന് ഞങ്ങൾ നല്ല പരിചയത്തിലായി കഴിഞ്ഞു. അപ്പോൾ അന്നേയുള്ള അനുഭവമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റ് നമ്മുടെ സുകുമാരനും, സോമനും, ശങ്കരൻ നായർ സാറ്, ശോഭന പരമേശ്വരൻ നായർ, ഇവരെല്ലാം താമസിക്കുന്നത് BTHലായിരുന്നു. അപ്പോൾ അന്ന് ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ഈ കഥയെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിച്ചു പോയി, ഈ ഒരു സുവർഗ അനുരാഗി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ അങ്ങനെയാണെങ്കിലും ഇത് പറയാൻ കാരണം ഈ മോഹൻ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അതുപോലെ സിനിമ പിന്നെ പുള്ളി എടുക്കില്ല. അതവിടെ പത്മനാഭൻ പപ്പേട്ടനൊക്കെ അങ്ങനെയാണ്, പിന്നെ ഭരതേട്ടൻ അങ്ങനെയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ജനുസിലുള്ള ആളാണെന്ന് പറയുകയാണ്. പിന്നീട് അദ്ദേഹം എടുത്ത നല്ല പടങ്ങളല്ലേ, വിട പറയും മുമ്പേ നമ്മുടെ നെടുമുടി വേണു ഹീറോ ആക്കിക്കൊണ്ടുള്ള പടമാണ്. പിന്നെ സാക്ഷ്യത്തിലാണെന്ന് തോന്നുന്നു മഞ്ജു വാര്യരെ പുള്ളിക്കാരൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇടവേള ബാബുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ പുള്ളിക്കാരൻ്റെ സിനിമകൾ കുറേ ഉണ്ട്. ആലോലം, പിന്നെ ശാലിനീൻ്റെ കൂട്ടുകാരി, പക്ഷേ, പിന്നെ മുഖം, എന്നൊക്കെ ഒത്തിരി നല്ല സിനിമ എല്ലാം എടുത്തുന്ന ഒന്നിനൊന്ന് വെച്ചല്ലേ അദ്ദേഹത്തിൻ്റെ. അങ്ങനെയാണ് ഞാൻ ഈ അദ്ദേഹത്തിനോടുള്ള എപ്പോഴും എന്നെ തിരിച്ചിങ്ങനെ വിളിക്കുമ്പോഴൊക്കെ ഞാനെല്ലാം ഈ പടങ്ങളിലൊക്കെ ഓർമ്മിപ്പിക്കും. അപ്പോൾ അവസാനം പുള്ളി തിരുവനന്തപുരത്ത് ഡയറക്ടർ M കൃഷ്ണൻ നായർ സാറിൻ്റെ ഒരു ഓർമ്മ ദിനത്തിന് എന്തോ ഒരു ഫംഗ്ഷൻ പങ്കെടുക്കുമ്പോഴാണ് പുള്ളിക്കൊരു പക്ഷാഘാതം ഉണ്ടാകുന്നത്. അതൊക്കെ അവിടെ കുറച്ച് പുള്ളിക്കാരൻ രോഗഗ്രസ്തനായി, പിന്നെ ഹോസ്പിറ്റലൈസ് ആയിരുന്നു. പിന്നെ കൊച്ചിയിലൊരു ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു പുള്ളിക്കാരൻ്റെ അന്ത്യം. അപ്പോൾ ഞാനീ പറഞ്ഞു വെച്ചാൽ എങ്ങനത്തെ നമ്മൾ തൊടാൻ ഭയക്കുന്ന സബ്ജക്റ്റാണ് 2 പെൺകുട്ടികൾ. അതുപോലും പുള്ളി മനോഹരമായിട്ട് ഒരു മോശവും ഇല്ലാതെ അതിമനോഹരമായിട്ട് പിക്ചറൈസ് ചെയ്തു. പിന്നെ നല്ല പാട്ടുകളാണ് പുള്ളി എടുത്തിട്ടുള്ളതൊക്കെ. ആ സൂര്യാം സൂര്യേതോ വേൽപ്പൂവിൽ എന്നുള്ള പാട്ട്, പിന്നെ നിൻ തുമ്പു കെട്ടിയിട്ട MD രാജേന്ദ്രൻ്റെ, അതായത് MD അജയഘോഷാണ് സ്നേഹമുള്ള സിംഹത്തിൻ്റെ കഥ എഴുതിയ ആൾ. അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് MD രാജേന്ദ്രൻ. അദ്ദേഹത്തിൻ്റെയാണ് നല്ല പാട്ടുകൾ. അതെല്ലാം ഈ ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ സിനിമയിൽ മനോഹരമായിട്ട് പാട്ട് പിക്ചറൈസ് ചെയ്യുന്ന നല്ലൊരു സംവിധായകനായിരുന്നു മോഹൻ. എൻ്റെ സുഹൃത്ത് മോഹനെക്കുറിച്ച് പറയാനാണ് ഞാൻ ആവേശമായിട്ട് ഇത്രയും സംസാരിച്ചത്. എനിക്ക് ഒത്തിരി എനിക്ക് പറഞ്ഞാൽ തീരില്ല, അത്ര നല്ല ഒരു സൈലൻറ്റ് മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അനുപമ, അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ചിത്രത്തിൽ അവർ ആദ്യം ഈ 2 പെൺകുട്ടികളെന്ന കഥ ശോഭയും അനുപമയായിരുന്നു. അനുപമയ്ക്ക് ഒരു പെൺകുട്ടി മറ്റേ പെൺകുട്ടിയെ പ്രേമിക്കുന്ന കഥയൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ അത് ലേശം അറിഞ്ഞു വന്നപ്പോൾ ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകാൻ ഒരുങ്ങിയതാണ്. പിന്നെ മോഹൻ്റെ സുഹൃത്ത് പറഞ്ഞ അല്ല, അങ്ങനല്ല, ഇത് പ്രമേയം ആകെ മാറ്റി മറിച്ചൊക്കെ എടുത്താൽ നല്ല പടമായിട്ട് വന്നു. പിന്നെ അടുത്ത 2ാമത്തെ പടം സമയത്താണ് ഇവർ തമ്മിൽ കൂടിയെടുക്കുന്നത്. മോഹൻ എങ്ങനെ പ്രേമിക്കും നമ്മൾ അതിശയിച്ചിട്ടുണ്ട്. അനുഭവം നല്ല കുച്ചിപ്പുടിയിൽ ബെസ്റ്റ് ഡാൻസറാണ്, കൊച്ചിയിൽ നല്ല സ്കൂളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിലാണ് നമ്മുടെ സുഹൃത്ത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മോഹൻ വിടവാങ്ങിയത്. അപ്പോൾ വിട പറയും മുമ്പേ എന്ന് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ നല്ല സിനിമകളാണ്. ഇനി നല്ല സിനിമകൾ അദ്ദേഹത്തിന് നമുക്ക് കിട്ടുമായിരുന്നു എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഹേമ കമ്മിറ്റി അതെങ്ങനെയോ അതിൻ്റെ വഴിക്ക് പോട്ടെ. അതിൽ ആരോപണങ്ങൾ എല്ലാം നല്ല കുടുംബങ്ങളെ ചെളിവാരി എറിയരുതേ എന്നൊരു അപേക്ഷ എന്നോടുണ്ട്. ഇവിടെ നിയമവ്യവസ്ഥയുണ്ട്, നിയമങ്ങളെ അനുസരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ഇപ്പോൾ ചാനലിലൊക്കെ കൊയ്ത്താണ്. സത്യം പറഞ്ഞാൽ ചാനലിന് ഇത്രയൊന്നും പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് പാടില്ല എന്നുള്ളൊരു വിനീതമായ അപേക്ഷയുണ്ട്. കാരണം ഈ നമ്മുടെ വയനാട് ചുരം, വയനാട് മലവെള്ളപ്പാച്ചിലും പൊട്ടിയൊടുവലും ഒക്കെ ഉണ്ടായല്ലോ, അതിലേക്കായിരുന്നു കൂടുതൽ ശ്രദ്ധ ഉണ്ടായിരുന്നത്. അത് പെട്ടെന്ന് അതെല്ലാം മാഞ്ഞു പോയതുപോലെ ഇതിലേക്ക് വന്നു. പിന്നെ ഏതായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ സംഭവങ്ങൾ പറയുമ്പോഴത്തേക്ക് ഈ പത്രക്കാർ എഴുതുന്ന പത്രത്തിലൊന്നും അത്രയൊന്നും ചാകരയൊന്നുമില്ല. ചാനലിലാണ് 1-2 ചാനലിൽ
ഇത് തന്നെ എപ്പോഴും തുറന്നാൽ ഞാനിപ്പോൾ സത്യമായ ഇത് TV കാണാറില്ല, പത്രത്തിൽ വായിക്കും, പിന്നെ മൊബൈലിൽ വല്ലതും വരും. ഈ ഒരു കാരണത്തിൽ കൊട്ടിഘോഷിക്കുകയാണ്. എന്തോ ഒന്നുണ്ട്, മലയാള സിനിമാ മേഖല തകർക്കരുത്. ഒരുപാട് പേർക്കുള്ള അന്നമാണ് അത്. 21 യൂണിയനാണ് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ സാധാരണ ഇപ്പം ജനങ്ങൾ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒന്നുമല്ല ഇവിടെ നടക്കുന്നത്. അത് നമ്മുടെ ചാനലുകളായാലും ശരി മറ്റുള്ളവർ ചൊല്ലി കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കുറച്ചുകൂടെ കെട്ടടങ്ങും. മലയാള സിനിമ നല്ല സിനിമ ഇനിയും വരണം എന്ന് നിങ്ങളോടൊപ്പം ഞാനും ആഗ്രഹിക്കുന്നു. ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.